ഇനി 24 ബിഗ് ഇമ്പാക്ട്. തിരുവനന്തപുരം RCCയിലെ നിയമന ക്രമക്കേട് നടപടിയുമായി ആരോഗ്യവകുപ്പ്. നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കാൻ RCCക്ക് നിർദ്ദേശം വന്നു. ചീഫ് നഴ്സിംഗ് ഓഫീസർ ആർ ശ്രീലേഖയ്ക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. RCCയിലെ നിയമന ക്രമക്കേട് വിജിലൻസ് അന്വേഷണത്തിന് വിടാനും ആരോഗ്യവകുപ്പ് ശുപാർശ ചെയ്തു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ വായിച്ചിരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ RCCയിലെ സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ഈ സ്റ്റാഫ് നഴ്സിന്റെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആദ്യാവസാനം വരെ അതിൽ ഇടപെടുകയും അടുത്ത ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും നിയമനം നൽകി എന്നുള്ളതുമാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരായ പരാതി. ആ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ആ പരാതിയിന്മേൽ RCCയിലെ അന്വേഷണ സംഘം, RCCയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗീതാലക്ഷ്മിയുടെ നേതൃത്വത്തിലെ 5 അംഗ സമിതി ആഭ്യന്തര അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടാണ് RCCയിൽ നടന്നതെന്ന കണ്ടെത്തലായിരുന്നു ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ആരോഗ്യവകുപ്പിന്റെ കർശന നടപടി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കാൻ RCCക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്ന് ഏതാണ്ട് 18ഓളം പേരെ ഇതിനോടകം അവിടെ നിയമിച്ചിട്ടുണ്ട്, സ്റ്റാഫ് നഴ്സായി നിയമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് RCCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RCCയുടെ ചട്ടങ്ങൾക്കനുസരിച്ച്, RCCയുടെ സർവീസ് ചട്ടം അനുസരിച്ചുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ഈ അന്തിമ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട 319 പേരെയും ഉൾപ്പെടുത്തി വീണ്ടും പരീക്ഷ നടത്തണം എന്നുള്ളതാണ്. ആ പരീക്ഷ നടത്തുന്നതിന് പുറത്തുനിന്നുള്ള RCCക്ക് പുറത്തു നിന്നുള്ള സമിതിയെ, ഒരു ഏജൻസിയെ നിയോഗിക്കാം. അത് ആരാണെന്ന്, അത് സർക്കാർ അംഗീകരിച്ച ഏജൻസി ആയിരിക്കണം. ആ ഏജൻസി ഏതാണ്, ആ സമിതി ഏതാണ് എന്നുള്ള കാര്യം RCCക്ക് തീരുമാനിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ആരോഗ്യവകുപ്പിനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം അറിയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ RCCയിലെ നിയമന ക്രമക്കേട് വിജിലൻസ് അന്വേഷണത്തിന് വിടാനും ആരോഗ്യവകുപ്പ് ശുപാർശ ചെയ്യുന്നു, സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതായത് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ വാർത്തയിൽ മേൽ അന്വേഷണം, RCCയുടെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണത്തിലടക്കം ഈ ഗുരുതര ക്രമക്കേട് സ്ഥിരീകരിക്കുന്നു. ഉദ്യോഗാർത്ഥികളടക്കം ഈ വിഷയത്തിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ അടക്കമുള്ളവരുടെ ഇടപെടലിനെ പറ്റി 24നോട് സംസാരിച്ചത് നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ലഭിക്കുന്നതും ആ റിപ്പോർട്ടിന്മേൽ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ച് RCCക്ക് ആ നിർദ്ദേശങ്ങൾ നൽകുന്നതും അതിനു പിന്നാലെയാണ്. എന്താണെങ്കിൽ കർശന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കടന്നിരിക്കുന്നു. ബന്ധു നിയമനം നടത്തി RCCയിലെ സ്റ്റാഫ് നഴ്സ് നിയമന പ്രക്രിയയിൽ ആദ്യ അവസാനം വരെ ഇടപെട്ട് ബന്ധു നിയമനം നടത്തി എന്നുള്ളതാണ് ശ്രീലേഖ ആറിനെതിരായ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.